بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. وعن أبي موسى عبد الله بن قيس الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال: إن الله تعالى يبسط يده بالليل ليتوب مسيء النهار، ويبسط يده بالنهار ليتوب مسيء الليل حتى تطلع الشمس من مغربها. رواه مسلم. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്താണ്. സഹാബി പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ തആല യബ്സുതു യദഹു ബില്ലൈലി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കരം അടിമകളിലേക്ക് നീട്ടിവെക്കും. ഇവിടെ അള്ളാഹുവിന്റെ കരം, അള്ളാഹുവിന്റെ കൈ, യദുല്ലാഹി എന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളിലുള്ള വിശ്വാസം. അള്ളാഹു ഖുർആനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലും അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താണോ പറഞ്ഞത്, എന്താണോ വിശേഷിപ്പിച്ചത്, എന്താണോ പേര് പറഞ്ഞത്, അത് അതേപോലെ നാം വിശ്വസിക്കുന്നു. അതിന് മാറ്റത്തിരുത്തലുകളില്ല, അതിന് വ്യാഖ്യാനങ്ങളില്ല, ഒരു രീതിയിലും അതിനെ മറ്റൊന്നിനോട് സദൃശപ്പെടുത്തലില്ല, അതിന് രൂപം നിർമ്മിക്കലില്ല, അതിന് രൂപം പറയലില്ല. അത് അതേപോലെ നാം വിശ്വസിക്കുന്നു. വജ്ഹുല്ലാ, അള്ളാഹുവിന്റെ വജ്ഹ്, യദുല്ലാ, അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ കൈ. അതുപോലെ തന്നെ അള്ളാഹുലേക്ക് ചേർത്തി പറയുന്ന എല്ലാ കാര്യങ്ങളും അതാണ് അഹ്ലുസുന്നയുടെ അഖീദ. അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികൾ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, വേറെ അർത്ഥങ്ങൾ നൽകുന്നവരുണ്ട്, അതിന് രൂപം പറയുന്നവരുണ്ട്, അങ്ങനെ അതിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ ടീമുകളുണ്ട്. പക്ഷെ യഥാർത്ഥ വിശ്വാസം അള്ളാഹുവിന് യോജിച്ച രീതിയിൽ ആ ഇസ്മുകളെയും ആ സിഫത്തുകളെയും നാം സ്ഥിരപ്പെടുത്തുന്നു. അതിനൊരു മാറ്റത്തിരുത്തലില്ലാതെ, അതിനൊരു രൂപം പറയലില്ലാതെ നാം സ്ഥിരപ്പെടുത്തുന്നു. അതാണ് നമ്മുടെ അഖീദ. അപ്പൊ അള്ളാഹുവിന്റെ അതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് മാത്രം അറിയാം. അപ്പൊ അള്ളാഹു അവന്റെ കരങ്ങൾ നീട്ടുന്നു. ബില്ലൈലി, രാത്രി, ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്ത ആൾക്കാരുടെ തൗബക്ക് വേണ്ടിയിട്ട്. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ, ഇനി അള്ളാഹു പകലിൽ അടിമകളിലേക്ക് ഇരു കരങ്ങളും നീട്ടുന്നു, രാത്രിയിൽ തെറ്റ് ചെയ്ത ആൾക്കാരുടെ തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടി. ഇവിടെ അള്ളാഹു രാത്രിയും പകലും കൈകൾ അടിമകളിലേക്ക് നീട്ടുന്നു എന്ന് പറയുമ്പം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലകാല പരിധിയില്ല. അത് നമുക്കാണ്, മഖ്ലൂഖുകൾക്കാണ്. അത് അള്ളാഹുവിനെ യോജിച്ച രീതിയിൽ അള്ളാഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹീഹ ഹദീസിലൂടെ അത് സ്ഥിരപ്പെട്ടു. നാം അങ്ങനെ വിശ്വസിക്കുന്നു. അതിന് രൂപം പറയലോ, അതിന് സമയം പറയലോ, സ്ഥലം പറയലോ അത് നമുക്ക് യോജിച്ചതല്ല, അഹ്ലുസുന്നക്ക് യോജിച്ചതല്ല. ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും, അതിന്റെ അസ്തമയ സ്ഥാനത്തിൽ നിന്നും ഉദിക്കുന്നത് വരെ, ഖിയാമത്ത് നാളിന് വരെ. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും അവസാനത്തെ അടയാളാണെന്ത്? സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക, അല്ലെങ്കിൽ ദാബത്തുൽ അർദ്. ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചിലപ്പം വരും. അപ്പം സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുമ്പോൾ അത് കാണും എല്ലാ ആൾക്കാരും. അപ്പോഴാണ് ചില ആൾക്കാർക്ക് ബോധ്യപ്പെടുക. അപ്പോഴുള്ള ഈമാനോ തൗബയോ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവരുടെ ഈമാൻ അന്ന് ഉപകാരപ്പെടൂല, അവരുടെ തൗബ അന്ന് ഉപകാരപ്പെടുകയില്ല. റവാഹു മുസ്ലിം. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ താബ ഖബ്ല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. റവാഹു മുസ്ലിം. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരെങ്കിലും സൂര്യൻ അതിന്റെ അസ്തമയ സ്ഥാനത്തിൽ നിന്നും ഉദിക്കുന്നതിന്റെ മുമ്പായിട്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ താബല്ലാഹു അലൈഹി, അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കും. തൗബ ഒരിക്കലും തട്ടിക്കളയില്ല, അള്ളാഹ് എന്തായാലും സ്വീകരിക്കും. അടുത്തൊരു ഹദീസ്, عن أبي عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنهما عن النبي صلى الله عليه وسلم قال إن الله عز وجل يقبل توبة العبد ما لم يغرغر. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ തൗബ സ്വീകരിക്കും, മാലം യുഗർഗിർ, അവസാനത്തെ ആ മരണവെപ്രാളത്തിൽ ഒഴിച്ച്.
ആ മരണവിപ്രാളത്തില് നമ്മൾ ഇന്നലെ കേട്ടല്ലോ, അവൻ കണ്ണുകൾ കൊണ്ട് കാണും, പലതും കാണും. നല്ലവനാണെങ്കിൽ നല്ലത് കാണും, മോശപ്പെട്ടവനാണെങ്കിൽ മോശമായ രീതിയിൽ കാണും. അതാണ് യുഗർഗിർ എന്ന് പറയുക, തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം വരിക. ആ സമയത്തുള്ള തൗബ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, തൗബ ഒരിക്കലും പിന്തിപ്പിക്കരുത്. ഏത് സമയത്തും മനുഷ്യൻ മരണത്തിന് കീഴടങ്ങാം. എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക, നസൂഹായ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വതആല മരണപ്പെടുന്നതിന്റെ മുമ്പ് നസൂഹായ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ എല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.